നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. കാര്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് യാതൊരുവിധ വലിയ പൈസ ചിലവോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. യാതൊരു വെച്ചാൽ ഒട്ടും പൈസ ചിലവ് നമുക്കില്ലാതെ നല്ലപോലെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് എന്നാന്നുള്ളത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന താരം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവാണ് ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സിന് നമ്മൾ എടുക്കുന്ന ഒരു സംഭവം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ദിവസവും വിരിഞ്ഞ് പൊഴിഞ്ഞു പോകുന്നൊരു സാധനമാണ്. നമ്മൾ ആരും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കാത്ത, വല്ലപ്പോഴും ഇച്ചിരി താളിക്കൊക്കെ എടുക്കുന്ന ഈ സാധനമാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ പ്രധാന ആള്. അപ്പം ഇതിൻ്റെ കൂടെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർക്കണം. അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാവേ. അപ്പം ചെമ്പരത്തിപ്പൂ കാണുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുമായിരിക്കും വന്നിട്ട് അത് ചെവി വെച്ചോളാൻ പറഞ്ഞിട്ട്. ചെവിയിലൊന്നും വെക്കാനല്ല, ഇത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിലുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം മുഖം. സ്ക്രബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തിടയ്ക്കെങ്ങാനും സ്ക്രബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത്. സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി നാളായവരാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്, അതുകൊണ്ട് ഞാനത് സ്ക്രബ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് എന്നൊക്കെയാണെന്നുള്ളത് പറയാവേ. സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് പഞ്ചസാരയാണ്. ഈ വെള്ള പാത്രമായിട്ട് കാണത്തില്ല കേട്ടോ. ഇത് കണ്ടോ, പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു ശകലം മതി കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇതൊരു ഇച്ചിരി തരിയായിട്ടുള്ള പഞ്ചസാരയാണ്. അതിലേക്ക് ഒരു ശകലം പാലൊഴിക്കുക. എന്നിട്ട് പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് ചാലിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ചാലിച്ചാൽ മതി കേട്ടോ, ചെറുതായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത്, ഇപ്പം എല്ലാവരും പറയും എന്നാൽ പിന്നെ കാപ്പി ഇട്ട് കുടിച്ചോളാൻ പറയും. അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ഇത് കാപ്പി ഇട്ട് കുടിക്കാനും കൊള്ളാം, നമ്മുടെ മുഖത്തിനും കൊള്ളാം കേട്ടോ. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ബ്രൂവിൻ്റെ പൊടിയാണ്. ഇപ്പോൾ ബ്രൂവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക്, ഇതിപ്പോൾ ഞാൻ 5 രൂപയുടെ പാക്കറ്റാണ്. 2 രൂപയുടെ പാക്കറ്റും 1 രൂപയുടെ പാക്കറ്റും ഒക്കെ കിട്ടും കേട്ടോ. ബ്രൂവിൻ്റെ പാക്കറ്റൊക്കെ തീരെ വില കുറച്ച് കിട്ടും. അത് മേടിച്ചാൽ മതി. അതില്ലെങ്കിൽ ഇനി അതൊന്നും മേടിക്കാൻ പോകാൻ പറ്റുന്നവരല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി എടുക്കുക. കാപ്പിപ്പൊടി എടുത്ത് അത് എടുത്താലും മതി. അതാകുമ്പോൾ ഇച്ചിരി ഒരു തരിതരിയുണ്ട്. അത് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇതെടുക്കണ്ട കേട്ടോ, പഞ്ചസാര എടുക്കണ്ട. അതിന് ചെറിയൊരു തരിതരിപ്പുള്ളതുകൊണ്ട് പഞ്ചസാര എടുക്കണ്ട. അപ്പോൾ നമുക്ക് മുഖം ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മുഖത്ത് നല്ല ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടി തുടങ്ങും. അപ്പം നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് ഇനി നമുക്കൊന്ന് മുഖത്ത് വെക്കാം കേട്ടോ. ചെറുതായിട്ട് പഞ്ചസാരയുടെ ഒരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ചെറിയൊരു സ്ക്രബ് ചെയ്യാനായിട്ട് ഇതാകാൻ വേണ്ടിയാണ് ചെറിയ പഞ്ചസാരയുടെ ഇടുന്നത്. മുഖത്ത് നല്ലപോലെ തേച്ച് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ മുഖത്ത് ചെയ്ത് വെച്ച് മുഖം തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇനി നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. സ്ക്രബ് ചെയ്തേച്ച് കാണാം. എല്ലാവർക്കും അറിയാം സ്ക്രബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. നല്ലപോലെ ഇതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും സ്ക്രബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്നാന്നുള്ളത് ഒരു കൊച്ചു പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർക്ക് വരെ അറിയാം. കാര്യം എല്ലാം യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ കണ്ട് പിള്ളേർക്കൊക്കെ അറിയാം. വലിയവർക്കാണേലും അറിയാം, വീട്ടിൽ ഇരിക്കുന്നവർക്കാണേലും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നല്ലോണം സ്ക്രബ് ചെയ്യട്ടെ. ഒരു 2-3 മിനിറ്റ് അതിലേക്ക് സ്ക്രബ് ചെയ്തു. കണ്ടോ, സ്ക്രബ് ചെയ്തപ്പം തന്നെ മുഖത്ത് വരുന്ന മാറ്റം കണ്ടോ. കണ്ടോ,
നമ്മളെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല കളർ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നനഞ്ഞ ടവൽ കൊണ്ട് നമ്മളിങ്ങനെ തുടച്ചാൽ മതിയേ. തുണി നനച്ചേച്ച് അതുകൊണ്ട് തുടച്ചാൽ മതി. കണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല മാറ്റമില്ലേ? സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരും. എന്നിട്ട് നമ്മുടെ അടിപൊളി. എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിച്ചിരി ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളത്തിനകത്ത് ടവലൊന്ന് മുക്കി വെച്ച് ഇങ്ങനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുക. പിന്നെ ഇങ്ങനെ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ സ്റ്റീം ചെയ്യാൻ പറ്റിയ സ്റ്റീം ബാത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അല്ല ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചാൽ അതിനകത്തോട്ട് മുഖം വെച്ചാണേലും നമ്മുടെ മുഖത്തൊരു ആവി പിടിപ്പിച്ചാലും മതി. എനിക്ക് പക്ഷേ ഇച്ചിരി തുണി ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് വെള്ളം ഒന്ന് പിഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി പൊള്ളിപ്പോകല്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആവി പിടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ച് വരട്ടെ. അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് ആവിയെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് ആവിയെല്ലാം പിടിച്ചതിന് ശേഷമുള്ള ഇതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ടമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് ഇനി നമുക്ക് പായ്ക്ക ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ കൊണ്ട് പായ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ ഈ പൂമ്പൊടി നമുക്ക് വേണ്ട കേട്ടോ. പൂമ്പൊടി അങ്ങ് കളഞ്ഞേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതും കളഞ്ഞേര്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഇതള് ഇങ്ങനെ സെറ്റാക്കി എടുത്ത് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആക്കി എടുത്ത് നോക്കണേ. കാര്യം വല്ല പുഴുവോ അല്ലെങ്കിൽ എട്ടുകാലിയോ ഉറുമ്പോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 7 ചെമ്പരത്തിപ്പൂവാണേ. നമുക്ക് ഇതിപ്പോൾ 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അരച്ച് കഴിയുമ്പോൾ ഒരു ഊമ്പിരിക്കും, ഒരു ഇച്ചിരി കാണത്തുള്ളൂ, ഒരുപാടൊന്നും കാണത്തില്ല, ശകലേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പൂമ്പൊടി എല്ലാം ഒന്ന് കളഞ്ഞ് ഇതിൻ്റെ ബാക്കിലെ ഈ പച്ച തണ്ടുമൊക്കെ കളഞ്ഞ് ഇതെല്ലാം ഒന്ന് അടത്തി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് അരച്ചുകൊണ്ട് വരാം. ഇപ്പം മിക്സിയിലിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ പറയത്തില്ല. കാര്യം മിക്സിയിലിട്ട് അരച്ചാൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. അരകല്ലുള്ളവർ അരകല്ലിൽ തന്നെ, അല്ലെങ്കിൽ മിക്സിയിലുള്ളവർ കുറച്ച് കൂടുതൽ പൂവൊന്ന് അരച്ചെടുത്ത് കൊള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഇത് കല്ലിലാണ് അരച്ചെടുക്കുന്നത്, അരകല്ലിൽ അരച്ചെടുക്കാൻ വേണ്ടിയാണ്. എടുത്തുകൊണ്ട് വരുമ്പോൾ കാണിക്കാം. ഇത്രയും പൂവുണ്ടായിട്ട് ഇച്ചിരിയേ ഉള്ളൂ. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ 7 പൂവോളം ഉണ്ട്. ഇപ്പം ഞാൻ 7 പൂവോളം അല്ല 7 പൂവുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ഇതെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതാണിത്. ഇതെല്ലാം ഇനി ഒന്ന് ഇതിലാക്കി എടുക്കട്ടെ. ഇത്രയും പൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ കല്ല് കയറി ഇറങ്ങുമ്പോഴത്തേക്കുണ്ടോ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ശകലമേ ഉള്ളൂ. നമുക്ക് അരയിൽ വെച്ച് പെട്ടെന്ന് അരച്ചെടുക്കാം. ഇച്ചിരിയേ ഉള്ളൂ, വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ശകലം പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇതുണ്ടോ, കല്ലെ തന്നെ അത് പറ്റിപ്പോകും മുഴുവൻ, അതുപോലെ ഇതാണ്. ഇനി അത് തീർന്നു, ഇത്രയേ ഉള്ളൂ. വേണ്ടേ, ഇതാണ് സംഭവം. അതുകൊണ്ട് മിക്സിയിൽ അരച്ച് നമുക്ക് ഒട്ടും കിട്ടുമല്ലോ കേട്ടോ. കല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കാമെങ്കിൽ ഇത്രയിലും നമുക്ക് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. നമ്മുടെ ചെമ്പരത്തിപ്പൂ അരച്ച് വേണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്തൊരു ശകലം പൊടി വീണു, ഇത്രയേ ഉള്ളൂ. ഈ പൊടിയാണ് വീണേക്കുന്നതിനകത്തോട്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടത് മുൾട്ടാണിമിട്ടിയാണേ. ഈ ചെമ്പരത്തിപ്പൂവിനകത്തോട്ട് ചേർക്കേണ്ടത് മുൾട്ടാണിമിട്ടി ചേർത്ത്, എന്നിട്ട് നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നശിപ്പിക്കും ഇപ്പോൾ എല്ലാം കൂടെ. മുൾട്ടാണിമിട്ടി ഏറ്റവും നല്ലതാണ്. അതില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടി, ഓട്സോ ഒക്കെ ചേർക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇച്ചിരി നല്ലത് മുൾട്ടാണിമിട്ടിയാണേ. പിന്നെ അരിപ്പൊടി കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്യാം. നമ്മുടെ ഉള്ളത് വെച്ച് ചെയ്താൽ റിസൾട്ട് കിട്ടും. പക്ഷേ മുൾട്ടാണിമിട്ടി ഇച്ചിരി നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ശകലം പാലും കൂടെ ഒഴിക്കുവാണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി മുൾട്ടാണിമിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഒരു ഇതാണ്. ആ കൂടെ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു താളി പോലെ അങ്ങിരിക്കുന്നത് വഴുവഴുപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി 2-3 മിനിറ്റ് എടുക്കും കേട്ടോ, ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ നല്ലപോലെ ഒന്ന് ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് എല്ലാം കൂടെ ഒന്ന് എടുക്കട്ടെ. ഇതെല്ലാം നല്ലപോലെ മിക്സായി കേട്ടോ. നല്ലപോലെ ഒന്ന് കുറേശ്ശെ പാലാണേലും തൈരാണേലും കുറേശ്ശെ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ ചേർത്താണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് പാലും തൈരും ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ലാത്തതാണെങ്കിൽ റോസ് വാട്ടർ ചേർത്താലും എടുക്കാം. പിന്നെ അരിപ്പൊടിയാണേലും നല്ലതാണ്. അപ്പം ഇതാദ്യമേ ഒരിച്ചിരി എടുത്ത് ഞാനൊന്ന് മുഖത്ത് തേച്ച്
ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നുണ്ട്. മുഖം മുഴുവൻ ഒന്ന് തേച്ച് കൊടുത്തേച്ചു. നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും മുൾട്ടാണിമിട്ടി തന്നെ വേണമെന്നുണ്ടോ എന്നിങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ ഓട്സോ അങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം, കടലമാവോ ഒക്കെ ചേർക്കാം. നമ്മുടെ മെയിൻ ആളായ ചെമ്പരത്തിപ്പൂ വേണമെന്നേ ഉള്ളൂ. എന്നിട്ടിതൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും മുഖത്ത്. നമ്മൾ ഏത് പാക്കിടുമ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ കഴുത്തേലും കൂടി ഇടാൻ ശ്രമിക്കണം. ഞാനും ചെയ്യാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ധൃതി വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴുത്ത ഇടത്തില്ല, പെട്ടെന്ന് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ കഴുത്തിനും മുഖത്തിനും 2 കളറായിട്ട് വരും കേട്ടോ. എനിക്കങ്ങനെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കഴുത്തിനും മുഖത്തിനും 2 കളറായിട്ട് വരും നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മുഖം ഒന്ന് മസാജ് ചെയ്തിട്ട് വരാം. ഞാൻ ഒത്തിരി നേരം ഒന്നും ചെയ്യണ്ട, നമ്മൾ സ്ക്രബൊക്കെ ചെയ്താണ്. അതുകൊണ്ട് ചുമ്മാ ഇതൊന്ന് മുഖത്തൊന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ഇതാകാനായിട്ട് വേണ്ടി മാത്രം ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് പിന്നെ ഒരിച്ചിരി കൂടെ ഒന്ന് കട്ടിയിലിട്ട് കൊടുക്കുവാണ്. നമ്മൾ കുഴച്ചതിന് പാൽ കുറവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പാലൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് മുഖത്ത് തേക്കുക. നമുക്കൊന്ന് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം കാണാവേ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ വാട്ടറാണ്. നമ്മളിങ്ങനെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഇതാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടേ ഉള്ളൂ, ഒത്തിരി ഉണങ്ങിയിട്ടില്ല, ചെറുതായിട്ട്. എന്നിട്ട് ഇനി നമുക്ക് പതിയെ തുടച്ച് മാറ്റാവേ. തുടച്ച് മാറ്റമൊന്നുമില്ല, കഴുകി കളഞ്ഞാൽ മതി. ഞാൻ പിന്നെ നിങ്ങൾ തുടച്ച് മാറ്റി കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ് തുടച്ച് മാറ്റുന്നത്. നമ്മുടെ മുഖത്തിനൊരു ചെറിയ റോസ് കളറോടുകൂടിയാണ് ഇരിക്കുന്നത്. അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെയാണ്. ഞാൻ മുഖമെല്ലാം ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാവേ. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ പായ്ക്കിടുമ്പോഴത്തേക്ക് കേട്ടോ. ഞാൻ മുഖം ഒന്ന് കഴുകിയേച്ച് വരട്ടെ മൊത്തമേ. ഇത് കേട്ടോ, മുഖത്തിന് വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്, മുഖത്തിന്. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖത്തിന് വരുന്നത് കേട്ടോ. നമ്മൾ വേറെ ഏത് പായ്ക്കിടുന്നതിനേക്കാളും ഒരു
പ്രത്യേകതയാണ്. നാച്ചുറലായിട്ടുള്ളൊരിതല്ലേ ചെമ്പരത്തിപ്പൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അത് നല്ല റിസൾട്ടാണ്. നിങ്ങളെല്ലാം ഓർക്കും ചെമ്പരത്തിപ്പൂ അല്ലേ അതുകൊണ്ട് എന്നാ ഗുണം നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചുമ്മാ പൊഴിഞ്ഞു വീണ് പോകുന്ന സാധനമാണ്. അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. അപ്പം ഇത് കണ്ടോ, ഒരു റോസ് കളർ പോലെ നമ്മുടെ മുഖത്തിന് വരുന്നത്. നല്ല ഇതാണ് നമുക്ക് വരുന്നത്. നല്ല റിസൾട്ടോടു കൂടിയാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം, അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്.